Which one is this chat? രമ്യ ലക്ഷ്മി ഇട്ടതാണോ? ശ്രീലക്ഷ്മി. അതെ. Okay, okay, okay. ആ ലിങ്കിൽ ഒന്ന് കയറി നോക്കൂ. Join ഗ്രൂപ്പിൽ group. എന്നിട്ട് ഹായ് ഇട്ടേക്ക് കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതന്നെയല്ലേ? അതെ അതെ ഇതന്നെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്താ പ്രശ്നം? ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മിസ്. Good morning, ma'am. Morning, ma'am. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചിരിക്കാനോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്കോർഡ്സ് വരെയല്ലേ ഇന്നലെ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, എന്തൊക്കെ റെക്കോർഡ്സ് ആണ് ക്യാഷ് വാലറ്റിയിലുള്ളത് അറിയാൻ പറ്റുമോ? പേഷ്യൻസ് റെക്കോർഡ്, ക്യാഷ് വാലറ്റി, ഡെത്ത് രജിസ്റ്റർ. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ ക്ലിയർ ആവില്ല. സഫിയ പറയോ? സഫിയ പറയോ? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യുക. സഫിയ മാത്രം പറഞ്ഞാൽ മതി. പേഷ്യന്റ് റെക്കോർഡ്, റെഫറൽ റെക്കോർഡ്, അറ്റൻഡൻസ് നഴ്സിംഗ് റെക്കോർഡ്, ഡ്യൂട്ടി ഡോക്ടർ രജിസ്റ്റേർഡ് റെക്കോർഡ്, MLC എന്താ? മെഡിക്കൽ ലീഗൽ ലീഗൽ. സി എന്താ? സി അറിയില്ല. സി അറിയില്ല. ഇല്ല, ഇന്നലെ എനിക്ക് എഴുതാൻ പറ്റിയില്ലായിരുന്നു, ടെസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, മെഡിക്കോ ലീഗൽ ഒന്നും കൂടെ PDF നോക്കിയേ, കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസസ്. ഓക്കെ, ഏതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ് ആയിട്ട് വരുന്നത്? ആർക്ക് പറയാം? റിൻസിലിംഗോ? റിൻസിലിയ? ആക്സിഡന്റ്, ട്രോമ, റേപ്പ്, പോയിസണിങ് ആയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കേസസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? റെക്കോർഡ്സ് ഒക്കെ പഠിക്കണം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷനിലോട്ട് നമുക്ക് കിടക്കാം കേട്ടോ. ഓക്കെ മാം. മ്യൂട്ട് ചെയ്തേക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എല്ലാവരും റെക്കോർഡിംഗ് ക്ലാസ് കാണാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ക്ലാസ് കാണാതെ വന്നിരിക്കുമ്പോ നെക്സ്റ്റ് പോർഷൻസ് മിസ് എടുക്കുമ്പോ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാനായിട്ട്. ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷനിലാണ് ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് വിച്ച് ആർ. 5 പോയിന്റ് ആണ് അതില്. 5 പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എമർജൻസി അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 5 കാര്യങ്ങളാണ് നോക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറന്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. എന്തായിരിക്കും? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറന്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ എന്ന് പറയുമ്പോ ഫസ്റ്റ് എയ്ഡ് ആണോ? ഓക്കെ, ഫസ്റ്റ് എയ്ഡ്. പിന്നെ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഇമ്മീഡിയറ്റ് ആയിട്ടല്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ കൊടുക്കണോ അല്ലെ? ആണോ? എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ. ചെറുതാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ,
എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ടു liaise with the court and police in medico-legal cases whenever required. നമ്മൾ പഠിച്ചു അല്ലെ മെഡിക്കോ ലീഗൽ കേസസ് ഏതൊക്കെയാണ്? ആക്സിഡന്റ്, എമർജൻസി, പോയിസണിങ്, റേപ്പ് അല്ലെ, ആക്രമണങ്ങള്, ഇതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസുകൾ എന്ന് പറയുന്നത്. ട്രോമ. ഓക്കെ, അപ്പോ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മെഡിക്കോ ലീഗൽ കേസസ്. ആക്സിഡന്റ്, ട്രോമ, പോയിസണിങ്, മർഡർ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നത്. അപ്പോ ഈ മെഡിക്കോ ലീഗൽ കേസസുകള് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തുമ്പോ എന്താ സംഭവിക്കുക? ആരുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം അല്ലെ? ഓൾറെഡി പോലീസ് കേസ് ആവും അല്ലെ? ഓക്കെ, പോലീസിൽ ഇൻഫോം ചെയ്യണം. പോലീസ് കേസ് എന്തായാലും ആവും. അപ്പൊ എന്താണ് അവരുമായിട്ട്, പോലീസും കോർട്ടുമായിട്ട് ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വന്നു കഴിഞ്ഞാല് പോലീസും കോർട്ടുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. ഓക്കെ, മനസ്സിലായോ രണ്ടാമത്തെ പോയിന്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? തേർഡ് പോയിന്റ്, ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസ് ഫോർ hospital care and transportation of patient to and from the hospital. എന്താണ്? To provide ambulance service for pre-hospital care. അല്ലെ, pre-hospital care എന്ന് പറഞ്ഞാൽ എന്താ? സോറി, പേജ് നമ്പർ മിസ് പറഞ്ഞില്ല അല്ലെ? പേജ് നമ്പർ എന്ന് പറഞ്ഞേ 34 അല്ലെ? 34 ആണ് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോ തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസ് ഫോർ പ്രീ ഹോസ്പിറ്റൽ കെയർ അല്ലെ? ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് അല്ലെ എന്താണ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. രോഗികളെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് അല്ലെ, രോഗികളെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താണ് നാലാമത്തെ പോയിന്റ് നോക്കി? ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എസ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്. എന്താണ് ഡിസാസ്റ്റേഴ്സ്? എന്താണ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല്? എന്താ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറയാം. ഓക്കെ, അതാണ് ഡിസാസ്റ്റർ അല്ലെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ വയനാട് ദുരന്തം ഉണ്ടായല്ലേ? വയനാട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോ എന്താണ്? കുറെ ആളുകൾ മരണപ്പെട്ടു. കുറെ ആളുകൾക്ക് എന്താണ്? കൈയും കാലൊക്കെ പോയി അല്ലെ? എന്താണ്? കൈകൾ പോയിട്ടുണ്ട്, കാലുകൾക്ക് പരിക്ക്, അതുപോലെ കുറെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വയനാട് ദുരന്തത്തില്. അപ്പോ അങ്ങനെ എന്താണ്? പല ആളുകളുടെയും ഫാമിലിനെ കാണാതായി അല്ലെ? രണ്ടാമത്തെ പോയിന്റ് പറയാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി എല്ലാം പറയാം കേട്ടോ. അപ്പോ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പല ആളുകൾക്കും പല ഫാമിലി മെമ്പേഴ്സിനൊക്കെ നഷ്ടപ്പെടാം. അപ്പോ ആ ടൈമില് ചില ആളുകളുടെ കൈകളായിരിക്കാം കിട്ടുന്നത്, അതുപോലെ തന്നെ കാലുകളായിരിക്കാം കിട്ടുന്നത്, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളായിരിക്കാം ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പറ്റുന്നത് അല്ലെ? അപ്പോ അതൊക്കെ ആരുടെയാണ് എന്നുള്ളത് കണ്ടെത്തി കൊടുക്കുന്നത് അവരുടെ ഫാമിലിക്ക്, അതുപോലെ റിലേറ്റീവ്സിന് അവരുടെ ശരീരഭാഗങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പൊ ആ ശരീരഭാഗങ്ങള് ആരുടെയാണെന്ന് കണ്ടെത്തി കൊടുക്കുന്നത് ആരിലൂടെയാണ്? ഈ ഹോസ്പിറ്റലിലൂടെയാണ് അല്ലെ? അതാണ് അവിടെ പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, മുന്നറിയിപ്പ് നൽകുന്നത് ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റേഴ്സ് ആയിട്ട് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ എന്താണ്? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫുകൾ. അത് പറയാൻ പറ്റുമല്ലോ?
എന്താ ഉദ്ദേശിക്കുന്നത്? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതുപോലെ പല ട്രെയിനിങ് കൊടുക്കാനായിട്ട് അല്ലെ, അതുപോലെ റിസർച്ച് ആക്ടിവിറ്റീസിന് സഹായിക്കുന്നുണ്ട്. 5 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഫങ്ഷൻസ് ഏതൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? മെഡിക്കൽ കെയർ അല്ലെ, ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിക്കോ ലീഗൽ കേസസുകൾ നമ്മൾ പഠിച്ചു. ആക്സിഡന്റ്, അതുപോലെ ട്രോമ, ഹാർട്ട് അറ്റാക്ക്, പോയിസണിങ്, റേപ്പ്, ഇതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസുകളിൽ വരുന്നത്. സോറി, ഹാർട്ട് അറ്റാക്ക് വരില്ല കേട്ടോ. മെഡിക്കോ ലീഗൽ കേസസുകളിൽ ഏതൊക്കെയാണ് വരുന്നത്? ആക്സിഡന്റ്, അതുപോലെ എന്താണ്, പോയിസണിങ്, റേപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസസുകളൊക്കെ വരുമ്പോ എന്താണ്, പോലീസുമായിട്ടും അതുപോലെ തന്നെ കോർട്ടുമായിട്ടും നമ്മളൊരു നല്ലൊരു ബന്ധം, കേസുമായിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ലൊരു ബന്ധം പുലർത്തണം. ഓൾറെഡി ഇങ്ങനെ ആക്സിഡന്റ് കേസൊക്കെ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അവര് പറയുന്നത് എന്താണ്, ഇത് പോലീസ് കേസാണ് അല്ലെ, പോലീസ് കേസാണ്, ഇതെങ്ങനെയാണ് ഇടിച്ചത്, ഇതിന്റെ കാരണം എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത്, അതിന്റെ കാരണമൊക്കെ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ആക്സിഡന്റ് കേസൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളവർക്കൊക്കെ അത് അറിയാൻ പറ്റും. ആർക്കെങ്കിലും പരിചയമുണ്ടോ അങ്ങനെ കൊണ്ടുപോയിട്ട് മെഡിക്കൽ ലീഗൽ കേസസുകളൊക്കെ വന്നിട്ട്? അങ്ങനെയാണത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, ആക്സിഡന്റ് ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, പോലീസ് കേസായിട്ട് രജിസ്റ്റർ ചെയ്യുന്നൊക്കെ അവര് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബന്ധം സ്ഥാപിക്കണം നമ്മൾ, കോർട്ടുമായിട്ടും പോലീസുമായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് അല്ലെ, രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടും അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ റിസർച്ച് ആക്ടിവിറ്റീസിനും നല്ല രീതിയിൽ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. വായിച്ചു നോക്കിയൊന്നും. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരെ നിർബന്ധമായി ലെക്ചർ നോട്ട് എഴുതിയിട്ട് പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നവരെങ്കിലും ലെക്ചർ നോട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നത് എടുക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്നും മനസ്സിലാവില്ല. ക്ലിയർ ആയോ? 5 പോയിന്റും ഒക്കെയാണ്, ഡൗട്ട് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. എൻഷുർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഷുർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ അല്ലെ, അവരാണ് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. റേഡിയോളജി, കാഷ്വാലിറ്റി, ഓർത്തോ, അങ്ങനെ പല പീഡിയാട്രിഷ്യൻ അല്ലെ, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഹോസ്പിറ്റലിന്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോളിസി ആൻഡ് പ്രൊസീജിയർ എങ്ങനെ, ഏത് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതിന്റെ പോളിസിയും പ്രൊസീജിയറും എഴുതുന്നത്, റിട്ടേൺ മോഡിൽ എഴുതുന്നത് ആരാണ്?
ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അവരാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ പോളിസിയിലൂടെയാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? തീരുമാനിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും പല പല പോളിസീസും പ്രൊസീജിയറുമാണുള്ളത്. ആ കാര്യങ്ങളൊക്കെ എഴുതുന്നത് ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ കാഷ്വാലിറ്റിയുമായിട്ട് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ED ആരാ? ഫുൾ ഫോം പറഞ്ഞേ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. മറക്കരുത് കേട്ടോ. ED അതിന്റെ ഫുൾ ഫോം ചോദിക്കാം. എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. The ED must be organized and administrated to meet the health care needs of its population. Organized എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ എന്താണ്? സംഘടിപ്പിക്കുക. ഇനി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിനിസ്ട്രേറ്റർ എന്തായിരിക്കും? നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണല്ലോ. എന്താണ് അഡ്മിനിസ്ട്രേറ്റർ? കാര്യനിർവഹണം അല്ലെ, നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിന്, പോപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പോപ്പുലേഷൻ ആരെയാ പറയുന്നത്? പോപ്പുലേഷൻ എന്ന് ആരായിരിക്കും ഇവിടെ പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പീപ്പിൾസ്, പേഷ്യൻസ് ആണ് കേട്ടോ. ED ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിനെയാണ് ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ED ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണോ ED ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഒന്നുകൂടിയും പറയാം. ED ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ED ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. കിട്ടിയോ എന്താണെന്ന്? അവിടേക്ക് വരുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ED ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാനായിട്ട് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഉറപ്പുവരുത്തണ്ടേ? വേണോ? ഓക്കെ, അതാണ് എന്ത് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി മിസ് പറയാട്ടോ. ED ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് മീറ്റപ്പ് ചെയ്യുന്നുണ്ടോ, ED ഡിപ്പാർട്ട്മെന്റ് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഇനി സെക്കൻഡ് നോക്കിയേ. ഓപ്പറേഷൻസ് ഓഫ് ED must be guided by written policies and procedures. എന്താണ് മിസ് ആദ്യം പറഞ്ഞ കാര്യം അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്താണ് പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ട് അല്ലെ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിനും എന്തുണ്ട്? പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ട്. അത് ആരാണ് എഴുതുന്നത്? ആരായിരിക്കും? ആരാ ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോളിസിയും പ്രൊസീജിയറും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ആ രീതിയിലാണോ അവര് മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അവര് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള പോളിസിയിലും പ്രൊസീജിയറിലുമാണോ അവര് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഇനി എന്താണ് തേർഡ് പോയിന്റ്? Medical and the nursing director of hospital along with appropriate integration of ancillary services must ensure
ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻ PPE. ഇനി അവിടെ ആരൊക്കെ ഉണ്ടാവും? മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ കാഷ്വാലിറ്റി ഒന്ന് ഓർക്കാട്ടോ. കാഷ്വാലിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ നഴ്സിംഗ് സ്റ്റാഫുകൾ അല്ലെ, നഴ്സിംഗ് ടീമുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇവര് കൊടുക്കുന്ന സർവീസ്, അവിടേക്ക് വരുന്ന പേഷ്യൻസിന് ഈ മെഡിക്കൽ സ്റ്റാഫുകളായാലും നഴ്സിംഗ് സ്റ്റാഫുകളായാലും കൊടുക്കുന്ന സർവീസ് നല്ല ക്വാളിറ്റിയോടെ ഉള്ളതാണോ എന്ന് നോക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മെഡിക്കൽ സ്റ്റാഫുകളായാലും നഴ്സിംഗ് സ്റ്റാഫുകളായാലും കൊടുക്കുന്ന സർവീസ് നല്ല ക്വാളിറ്റിയോടെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതാണ് തേർഡ് പോയിന്റ്. മനസ്സിലായോ? 3 പോയിന്റ് ഇപ്പൊ പറഞ്ഞു നമ്മള്. ആക്സിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനുബന്ധമായ. ഓക്കെ, അവർക്ക് കൊടുക്കുന്ന സർവീസില് നല്ല ക്വാളിറ്റി ആണോ, ക്വാളിറ്റിയോടെയാണോ അവർ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. ഇപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, 3 പോയിന്റ്സ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ 3 പോയിന്റും? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയണോ? മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അവിടെ കാഷ്വാലിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അവര് കൊടുക്കുന്ന, അവിടേക്ക് വരുന്ന പേഷ്യൻസിന് ഈ മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ സർവീസ് നല്ല ക്വാളിറ്റിയോടെ ഉള്ള സർവീസ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചില്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റും പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ. അതിലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ഈ കാഷ്വാലിറ്റിയില് വരുന്ന അവരുടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ അത് ആരാ റിട്ടേൺ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന പോലെയാണോ അവർ മുൻപോട്ട് പോകുന്നത്? അവർ പറഞ്ഞിരിക്കുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും പ്രകാരമാണോ അവർ മുൻപോട്ട് പോകുന്നതെന്ന് നോക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടതാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് നോക്കിയേ. Appropriateness of emergency care are continually monitored and evaluated. എന്താ പറയുന്നത്? പേഷ്യൻസിന് കൊടുക്കുന്ന എമർജൻസി കെയർ എന്ന് പറയുന്നത് കണ്ടിന്യൂലി മോണിറ്റർ ചെയ്യണം. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മോണിറ്റർ നിരീക്ഷിക്കുക അല്ലെ. നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ ഇവാലുവേറ്റ് വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന എമർജൻസി കെയർ കണ്ടിന്യൂലി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കിയേ. ദ മെഡിക്കൽ ഡയറക്ടർ ഷുഡ് oversee or accept of the practice of emergency medicine in PPD. എന്താ പറയുന്നത്? എന്താണ്? മെഡിക്കൽ ഡയറക്ടർ ഉണ്ടാവും എമർജൻസി ഓഫീസിൽ, കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മെഡിക്കൽ ഡയറക്ടർ ഉണ്ടാവും. അപ്പോ ആ മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യണം. എന്താണ് ഓവർസീ ചെയ്യേണ്ടത്? മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. മെഡിക്കൽ ഡയറക്ടർ എന്ന് പറയുമ്പോൾ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ അവിടെ രോഗികൾക്ക് കൊടുക്കുന്നത് മരുന്നുകൾ കറക്റ്റ് ടൈമിലാണ് കൊടുക്കുന്നത്, ഏതൊക്കെ മരുന്നുകളാണ് അവർക്ക് കൊടുക്കേണ്ടത്, അത് കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ആണോ അവർ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓവർസീ ചെയ്യേണ്ടതുണ്ട്. അത് ആരുടെ കടമയാണ്? മെഡിക്കൽ ഡയറക്ടറുടെ കടമയാണ്. ഇനി ഈ മെഡിക്കൽ ഡയറക്ടർ കറക്റ്റ് ആയിട്ട് അത് ഓവർസീ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. കൺസെപ്റ്റ് മനസ്സിലായോ പറഞ്ഞത്? ആ പോയിന്റില് ഓക്കെ ആണോ?
ഇനി നെക്സ്റ്റ് എന്താണ്? ഓൾ ന്യൂ സ്റ്റാഫ്സ് മെമ്പേഴ്സ് ഷുഡ് ഗെറ്റ് എ ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ദാറ്റ് അഡ്രസ്സസ്. എന്താ പറയുന്നത്? ഇപ്പോ നിങ്ങളൊരു HA കോഴ്സ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു കാഷ്വാലിറ്റിയിൽ ജോലി കിട്ടി. ജോലി കിട്ടി പോകുമ്പോ എന്താണ്, ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കയറുമ്പോൾ ഒരു ന്യൂ സ്റ്റാഫ് അല്ലേ നിങ്ങള്? അപ്പൊ ആ ന്യൂ സ്റ്റാഫിന് നമ്മൾ അവിടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കേണ്ടതുണ്ട് അല്ലെ? ഇതാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജോലി ഇതാണ്, നമ്മുടെ ജോലിയെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കണം അല്ലെ? അവർ ചെയ്യേണ്ട ജോലി ഇതാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നിങ്ങളുടെ ഡ്യൂട്ടി ആണ് നിങ്ങൾക്കുള്ളത് അല്ലെ? പറഞ്ഞു കൊടുക്കണോ? ന്യൂ മെമ്പർ ആയിട്ട് കയറുമ്പം അല്ലെ പറഞ്ഞു കൊടുക്കണം അല്ലെ? അപ്പോ അങ്ങനെ ന്യൂ മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ട കടമ ആരുടേതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റേതാണ്. ഇനി എന്താണ്? ദ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്കറിയാമല്ലേ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും മിഷൻ ഉണ്ട്, മിഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ആ മിഷൻ പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടിയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റേതാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓഫ് ED. എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ EDയില് അല്ലെങ്കിൽ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പിന്തുടരേണ്ട നടപടിക്രമങ്ങളെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് നടപടിക്രമങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പിന്തുടരേണ്ട നടപടിക്രമങ്ങള്. ഓക്കെ, അതും കറക്റ്റ് രീതിയിൽ അവർ പിന്തുടർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. ഇനി നോക്കിയേ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദ ED സ്റ്റാഫ് അല്ലെ? ഓരോ റെസ്പോൺസിബിലിറ്റിയും EDയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അവർക്ക് കൊടുത്തിട്ടുണ്ടാവും ഉത്തരവാദിത്തങ്ങള്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. ഓരോ സ്റ്റാഫിനും അവരുടെ പ്രൊഫഷണൽ ആയിട്ട് നോളജ് അതുപോലെ അവരുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? ട്രയൽസ് ആൻഡ് സ്ക്രീനിങ് of each patient must be performed by a physician or trained RN ആക്കണോ കേട്ടോ. അവിടെ R മാത്രമേ ഉള്ളൂ, അവിടെ RN ആക്കാം. RN with EMT നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. RN എന്താ? RN ഫുൾ ഫോം എന്താ? RN നടന്നു പോയാ? RN ആരാണെന്ന്? രജിസ്റ്റേർഡ് നേഴ്സ്. ഓക്കെ, EMT ഏതാ? EMTയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. EMT പനിയല്ല, ജലദോഷവും ചുമയൊക്കെയാണ്. അപ്പൊ പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. വെരി ഗുഡ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ട്രയേജ് അല്ലെ? ട്രയേജ് എന്താണ്? നമ്മൾ ഓരോ പേഷ്യൻസിനും പ്രയോറിറ്റി അല്ലെ, പ്രയോറിറ്റി അനുസരിച്ച് തരംതിരിക്കുന്നത്, സോർട്ട് ചെയ്യുന്നത്, അതാണ് ട്രയേജ്. അപ്പൊ ട്രയേജ് അതുപോലെ തന്നെ എന്താണ്? സ്ക്രീനിങ് അല്ലെ, പരിശോധന നടത്തുന്നത് അല്ലെ? സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് പരിശോധന. അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നമ്മള് സോർട്ട് ചെയ്യുന്നു അല്ലെ? സോർട്ട് ചെയ്യുന്നു, അവരെ പരിശോധന നടത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ആയിരിക്കും. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ആവാം, അല്ലെങ്കിൽ ആരൊക്കെ ആവാം? RN with EMT ആവാം, രജിസ്റ്റേർഡ് നഴ്സും അതുപോലെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും ആവാം. മനസ്സിലായോ? ട്രയേജും സ്ക്രീനിങ്ങും നടത്തുന്നത് ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആവാം, അല്ലെങ്കിൽ ആരൊക്കെ ആവാം? RN, ട്രെയിനഡ് ആയിട്ടുള്ള RN
with EMT ആണ്. Okay. ഇനി എന്താ? A legible and appropriate medical record must be established for each individual. Legible എന്താ? എന്തായിരിക്കാം legible എന്ന് പറഞ്ഞാല്? legible എന്തായിരിക്കും? എന്താവാം? അതിന്റെ മീനിങ് എന്തായിരിക്കും? legible ലീഗൽ ആണോ? ലീഗൽ ആണോ? ലെജിബിൾ എന്ന് പറഞ്ഞാല് ഓക്കെ, അവിടെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ എഴുതണം അല്ലെ? റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെ? വേണോ? എന്താ ചെയ്യണ്ടേ? മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെ? അപ്പോ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോ മറ്റുള്ളവർക്ക് വായിക്കത്തക്ക രീതിയിൽ ചില ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി തരുമ്പോ നമുക്ക് വായിക്കാൻ പറ്റാറുണ്ടോ? ചില ഡോക്ടേഴ്സ് ഇല്ല. കാരണം എന്താ? അവരുടെ അക്ഷരങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ലെ? നല്ല രീതിയിലായിരിക്കില്ല, ക്ലിയർ ആയിരിക്കില്ല അവർ എഴുതുന്നത് അല്ലെ? ഓക്കെ, ചിലപ്പോ മെഡിക്കൽ നിയമങ്ങളൊക്കെ ആയിരിക്കാം അവർ എഴുതുന്നത്. അപ്പൊ ഫാർമസിസ്റ്റിനൊക്കെ മാത്രം വായിക്കാനായിട്ട് പറ്റുള്ളൂ, അവരത് പഠിച്ചതായതുകൊണ്ട്. നമുക്ക് സാധാരണക്കാർക്കൊന്നും അല്ലെങ്കിൽ പേഷ്യൻസിനൊന്നും അത് വായിക്കാനായിട്ട് പറ്റില്ല അല്ലെ? അപ്പൊ അതുപോലെ ആവരുതെന്നാണ് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ പേഷ്യൻസിന്റെ എഴുതുമ്പോ നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് അത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. അങ്ങനെ എഴുതുന്നുണ്ടോ അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലെ, എന്താണ്? ദ മിനിമം സെറ്റ് ഓഫ് SOPs ഷുഡ് ബി അവൈലബിൾ ഫോർ. SOPs എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, എക്സ്പാൻഡ് SOPs എന്ന് പറഞ്ഞാലും എഴുതണം കേട്ടോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണത്. നോർത്ത് വെക്കാം കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതില് പറയുന്ന കാര്യങ്ങൾ നോക്കിയേ. ഇതിൽ പിന്തുടരേണ്ട നടപടിക്രമങ്ങളാണ് അല്ലെ SOPs എന്ന് പറഞ്ഞാല്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള SOPs ഉണ്ട്. ഇനി ED ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയേ, SOPs എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? റിസീവിങ് എ പേഷ്യന്റ് അല്ലെ? നമ്മള് കാഷ്വാലിറ്റിയിലോട്ട് പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെ? റിസീവ് ചെയ്തു, സ്വീകരിച്ചു. ഇനി അതിനുശേഷം എന്താ ചെയ്യാം? രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്. എന്തൊക്കെ എഴുതും നമ്മള്? എന്തൊക്കെ എഴുതാം? രജിസ്ട്രേഷനിൽ എന്തൊക്കെ എഴുതാം? പേഷ്യന്റിന്റെ പേര്, പിന്നെ പേര് മാത്രമേ എഴുതുള്ളൂ? പേര്, ഏജ്, പിന്നെ സെക്സ്, അഡ്രസ് അല്ലെ, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രജിസ്ട്രേഷനിൽ വരുന്നത്. പിന്നെ എന്താണ്? ട്രയേജ് ഓഫ് പേഷ്യന്റ് അല്ലെ? പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോറിറ്റി അനുസരിച്ച് സോർട്ട് ചെയ്യുന്നു. ഇനി ഷിഫ്റ്റ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. എന്തായിരിക്കും അത്? ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. ഷിഫ്റ്റ് ചെയ്യുന്നു ഹോസ്പിറ്റലിനെ അതർ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ. ഒരു ഹോസ്പിറ്റലിലോട്ട് കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു എന്താണ് എക്സാമ്പിൾ പറയാം, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. മാറ്റുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്, മാറ്റുന്നത്. ഓക്കെ, അപ്പോ എക്സാമ്പിൾ പറയാം കേട്ടോ. കാർഡിയാക് അറസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താണ്? അവിടെ നോക്കി ആദ്യം ഒരു പ്രാഥമിക ചികിത്സ നടത്തും അല്ലെ കാഷ്വാലിറ്റിയില്. അപ്പൊ ഒന്ന് സ്റ്റേബിൾ ആയി, അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയിട്ട് എവിടെയൊക്കെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യാം? കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്ന പേഷ്യന്റിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും? മിസ് ചെയ്യാൻ പറ്റോ? ഐഡിയ ഉണ്ടോ?
കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ, കാർഡിയാക് ഐസിയോ അല്ലെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്, ഒരു പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവന്നു. കാർഡിയാക് അറസ്റ്റുമായിട്ടാണ് വന്നത്. അദ്ദേഹം കാർഡിയാക് അറസ്റ്റുമായിട്ട് ഹൃദയാഘാതവുമായിട്ട് വന്നു. അപ്പൊ അദ്ദേഹം ആദ്യം ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെ, പരിശോധനകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ നടത്തി അദ്ദേഹം സ്റ്റേബിൾ ആയി, എല്ലാ കാര്യങ്ങളും സ്റ്റേബിൾ ആയതിനു ശേഷം ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്നു? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ തന്നെ അതർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്തു. ഇനി എന്താണ് റഫറൽ ഓഫ് പേഷ്യന്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ പഠിച്ച കാര്യമാണ് അല്ലെ. റഫർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഇന്നുണ്ട് ഔട്ടുണ്ട്. ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്ത് കൊടുക്കുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി എന്താണ് ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്? എന്താണ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന പേഷ്യന്റിനെ എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം? ഒന്നല്ലെങ്കിൽ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്ക്. പിന്നെ പല ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഹെൽത്ത് കണ്ടീഷനൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി എന്താണ് പ്രോട്ടീൻ ഡെഡ് കേസസ്? മരിച്ചു കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെ, മരിച്ചിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബോഡി വിട്ടു കൊടുക്കോ ഹോസ്പിറ്റലുകാര് റിലേറ്റീവ്സിനൊക്കെ? എന്താ ചെയ്യാ? ഇല്ല. പിന്നെന്താ ചെയ്യാ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പൊ എന്താണ് ആക്സിഡന്റ് കേസൊക്കെ ആണെങ്കിൽ പല ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെ. പോലീസിനെ അറിയിച്ച് അവര് വന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിനുശേഷമാണ് എവിടേക്ക് വിട്ടുകൊടുക്കുന്നത്? വീട്ടിലേക്ക് ബോഡി വിട്ടുകൊടുക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് കോഡ് ബ്ലൂ? എന്താ കോഡ് ബ്ലൂ? ഗസ് ചെയ്യാൻ പറ്റോ? കോഡ് ബ്ലൂ ഏത് രോഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും? കോഡ് ബ്ലൂ അറിയില്ല. ഓക്കെ. കോഡ് ബ്ലൂ റിലേറ്റ് ചെയ്തിരിക്കുന്നത് കാർഡിയാക് അറസ്റ്റ്. ഓക്കെ. കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ആദ്യം എവിടേക്കായിരിക്കും? കാഷ്വാലിറ്റിയിലോട്ടായിരിക്കും അല്ലെ കൊണ്ടുവരുന്നത്. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സ്, നഴ്സുമാര്, ടെക്നീഷ്യൻസ്, അതുപോലെ തന്നെ അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സജ്ജരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാഷ്വാലിറ്റിയിലോട്ട് കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുവന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും നഴ്സിംഗ് ടീംസ് ആയാലും ടെക്നീഷ്യൻസ് ഉണ്ടാവും. അവർക്ക് വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ഇതൊക്കെ സജ്ജരായിട്ടിരിക്കാനുള്ള ഒരു അലേർട്ട്, അതിനെയാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. എഴുതി വെച്ചോട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. കോഡ് ബ്ലൂ എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ ട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. നമുക്കറിയാം മെഡിക്കോ ലീഗൽ കേസസ് എന്താണ്? ആക്സിഡന്റ്, പോയ്സണിങ്, റേപ്പ് അല്ലെ. അങ്ങനെയുള്ള കേസസുകളാണ് മെഡിക്കോ ലീഗൽ കേസസുകൾ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ ആണ് മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നത്. അതുപോലെ എന്താണ്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ഇപ്പൊ എന്താണ്? അസുഖവുമായിട്ട് രോഗികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ക്ലിനിക്കലുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ തന്നെ രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഇപ്പോ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോഡി വിട്ടു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെയാണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ വരുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ SOPs ഉള്ളത് കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പറയട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തായിരിക്കാം? നമ്മുടെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ ED ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അല്ലെ, ED ഡിപ്പാർട്ട്മെന്റ് നല്ല ക്വാളിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ചില സൂചകങ്ങള്, അതിന്റെ ക്വാളിറ്റി, ED ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ സൂചകങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. എന്താണ് അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാല്? ഇപ്പോ നമുക്ക് എന്താണ് വയനാട് ദുരന്തം തന്നെ എടുക്കാം. വയനാട് ദുരന്തം എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോ അവിടെ ദുരന്തം ഉണ്ടായ സമയത്ത് കുറെ അധികം ആളുകൾക്ക് പരിക്ക് പറ്റി. ചിലവരൊക്കെ മരിച്ചിട്ടുണ്ട്, ചിലവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, കൈ പോയിട്ടുണ്ട്, കാലറ്റ് പോയിട്ടുണ്ട്, അല്ലെ, ശരീരഭാഗങ്ങളൊക്കെ അറ്റുപോയവരുണ്ട്. അങ്ങനെയുള്ള പല കുറെ ആൾക്കാരുണ്ടാവും. ചിലപ്പോ 100-ലധികം ആൾക്കാരെ ആയിരിക്കും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നത്, അല്ലെ, ഇങ്ങനെയുള്ള ദുരന്ത സമയങ്ങളിൽ. ആണോ? അങ്ങനെയല്ലേ? എന്താണ് അവിടെ അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെ, അങ്ങനെയുള്ള റേറ്റുകളിലായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയല്ല അവര് വരുന്നത്. അങ്ങനെയല്ലേ? ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ എന്താണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയാണ് അവര് ഹോസ്പിറ്റലിലോട്ട് പല പേഷ്യൻസിനെയും കൊണ്ടുവരുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോ അവിടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ പേഷ്യൻസിനെ പല ദുരന്തങ്ങള്, ഫ്ലഡ്, അല്ലെ, അങ്ങനെ പല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവർക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയോ? അതാണ് അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ഇനി എന്താണ് സെക്കൻഡ് പറയുന്നത്? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താ പറയുന്നത്? എത്ര ടൈം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ലെഫ്റ്റ് വിത്തൗട്ട് സീൻ. ഇപ്പോ നമ്മുടെ കാഷ്വാലിറ്റിയില് എമർജൻസി ഒക്കെ ആയിട്ട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. അവിടെ കാഷ്വാലിറ്റിയിൽ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. പേഷ്യൻസിനെ മറ്റു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, അല്ലെ, ഹോസ്പിറ്റലിലോട്ട് രോഗികളെ കൊണ്ടുവരുമ്പോ അവരുടെ ഫസ്റ്റ് ആയിട്ട് ഇനീഷ്യൽ അസസ്മെന്റ് നടത്താറുണ്ട്. ചിലവർക്ക് എന്താണ് പേഷ്യൻസിന് നമ്മള് ഇനീഷ്യൽ ആയിട്ട് അസസ്മെന്റ് എന്ന് പറയുമ്പോ പൾസ് നോക്കാറുണ്ട്, പ്രഷർ നോക്കാറുണ്ട്. ആണോ? ചെയ്യാറുണ്ട് അങ്ങനെ ഫസ്റ്റ് ഇനീഷ്യൽ അസസ്മെന്റ്? ഓക്കെ, അപ്പൊ അതും അവിടെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ക്വാളിറ്റി നോക്കുന്നുണ്ട്. അതുപോലെ ടൈം ടു ട്രീറ്റ്മെന്റ്, അല്ലെ, എന്താണ് ചികിത്സ ആരംഭിക്കാനായിട്ട്, ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്. ഇനി എന്താണ് സർവീസ് എക്സ്പീരിയൻസ്. അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക്, ഡോക്ടർമാർക്കൊക്കെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് അവിടെ ക്വാളിറ്റി, EDയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും എന്നിരുന്നാലും ഒന്ന് നോക്കാം. ക്ലിയർ ആയോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ, time to initial assessment, time to treatment, service experience. Clear ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ.
വെച്ച് കഴിഞ്ഞെങ്കിൽ കമന്റ് ഇടാട്ടാ. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഈ പോർഷനും കൂടി ഉള്ളൂ നമുക്ക്. ഇതോടുകൂടി നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നോക്കാം. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. അപ്പോ എമർജൻസി റൂം ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? എമർജൻസി റൂം സെക്രട്ടറി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സപ്പോസ് എമർജൻസി റൂം ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. Interview patient to obtain biographic, demographic and financial data for registration purposes and enter information so gathered into hospital computer system. നമ്മൾ പഠിച്ചു അല്ലെ, കാഷ്വാലിറ്റിയിലോട്ട് പേഷ്യൻസ് ആദ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഡെമോഗ്രാഫിക് ആൻഡ് ബയോഗ്രാഫിക് ഇൻഫർമേഷൻസ് എന്തൊക്കെയാവാം? ഡെമോഗ്രാഫിക് ആൻഡ് ബയോഗ്രാഫിക് ഇൻഫർമേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെയാവാം? ഡെമോഗ്രാഫിക് ആയിട്ടുള്ളത്, ബയോഗ്രാഫിക് ഇൻഫർമേഷൻസ്, ഡാറ്റകള് എന്തൊക്കെയാവാം? എന്തൊക്കെ ഡാറ്റ ആയിരിക്കും? നെയിം, സെക്സ്, ഏജ് അല്ലെ, അതൊക്കെ തന്നെയാണ് ബയോഗ്രാഫിക് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെ, അവരുടെ വരുമാനം, ഇതൊക്കെ എന്ത് ചെയ്യണം? ഈ എമർജൻസി റൂം ക്ലർക്ക് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് വെക്കണം. അത്രയും പഠിച്ചാൽ മതി, വലിച്ച് പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? ഡെമോഗ്രാഫിക്, ബയോഗ്രാഫിക്, ഫിനാൻഷ്യൽ ഡാറ്റ ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ആ പേഷ്യന്റിന്റെ നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, അതുപോലെ വരുമാനം, ഇതൊക്കെ ഈ എമർജൻസി റൂം ക്ലർക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് വെക്കണം. മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ് file retrieve medical records for the emergency room physicians responsible for processing emergency room admissions. ഇനി 3 കാര്യങ്ങളാണ് ഈ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. എന്താണ്? ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അതിന്റെ ആ പേഷ്യന്റിന്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം. മനസ്സിലായോ? രജിസ്റ്റർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അവരുടെ ഫയൽ ഉണ്ടാവും, അതുപോലെ അവരുടെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവും അല്ലെ. ആ മെഡിക്കൽ റെക്കോർഡും ഫയലുകളും ഫിസിഷ്യന് കൈമാറണം. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് ആണ് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് പേഷ്യന്റിനെ രജിസ്ട്രേഷൻ ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ ഫയല്, മെഡിക്കൽ റെക്കോർഡുകൾ ഫിസിഷ്യന് കൈമാറാം. ഇനി തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ഇപ്പോ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ആ എന്താണ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യണം? ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടത് എമർജൻസി റൂം ക്ലർക്കാണ്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റില് 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യാം, പേഷ്യന്റിന്റെ ഫയല്, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഫിസിഷ്യന് കൈമാറണം, അതുപോലെ അവരെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഈ എമർജൻസി റൂം ക്ലർക്കാണ്. മനസ്സിലായോ? ഇനി എന്താണ്? പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. ഇതറിയാലോ, നല്ല രീതിയിൽ, മികച്ച രീതിയിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താണ്? coordinate activities in connection with admission of patient in the hospital or other medical facility. എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചില്ലേ, ഇപ്പൊ എന്താണ്? കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ ആദ്യം കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരും, പിന്നീടാണ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? അവിടെ ആ എക്സാമ്പിൾ പറഞ്ഞത് എഴുതി വെക്കാം, പെട്ടെന്ന് ക്യാച്ച് ചെയ്തു കേട്ടോ ആ പോയിന്റ്.
നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. ഇപ്പൊ 4 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതുവരെ ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? 4ാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയണോ? 4ാമത്തെ പോയിന്റ് പറയാലോ. എന്താണ് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നത് മനസ്സിലാക്കാം കേട്ടോ. ഒരു പേഷ്യന്റിനെ കാർഡിയാക് അറസ്റ്റുമായിട്ട് കൊണ്ടുവന്നു. എവിടേക്കാ കൊണ്ടുവരാ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടല്ലേ ആദ്യം കൊണ്ടുവരുന്നത്. അവിടേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയി അദ്ദേഹത്തെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. എവിടേക്കായിരിക്കും കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്? എവിടേക്കായിരിക്കും? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ സഹായങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? Okay. ഇനി നെക്സ്റ്റ് നോക്കിയേ. Assess patients other needs from healthcare professionals like need of ambulance services or referrals. എന്താണ് എന്താ പറയുന്നത്? ആംബുലൻസ് സർവീസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോ ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെ, റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ ആംബുലൻസ് സർവീസ് ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് പേഷ്യൻസിന് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ്? ഗ്രീവൻസസ് റിഡ്രസൽ, എന്തെങ്കിലും പരാതികള് കാഷ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ട കടമയും ആരുടേതാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്. നമുക്കറിയാം എന്താണ് കാഷ്വാലിറ്റിയിലോട്ട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അല്ലെ ബെഡുകൾ അവിടെ ആവശ്യമാണ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ കാഷ്വാലിറ്റിയിൽ ഓരോരുത്തർക്കും ഓരോ ബെഡുകൾ ഉണ്ടാവും അല്ലെ. അതെന്ത് ചെയ്തിട്ടുണ്ടാവും? സെപ്പറേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവില്ലേ? കർട്ടനൊക്കെ സ്ക്രീനിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള് കാഷ്വാലിറ്റിയില്? ഓക്കെ, അപ്പൊ അതിന് കാണാത്തവരെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അവിടെയൊക്കെ. ഓട്ടെ, അവിടെയൊക്കെ പോയിട്ടൊന്ന് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ ബെഡുകളായിരിക്കും കാഷ്വാലിറ്റിയിൽ ഉണ്ടാകുന്നത്. എന്താണ്? എമർജൻസി ആയിട്ടൊക്കെ ആയിരിക്കും പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. നിർബന്ധമായിട്ടും അവർക്ക് എന്താണ്? ബെഡുകൾ ആവശ്യമാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള ബെഡുകൾ ഉണ്ടോ നോക്കാം. കൃത്യമായിട്ടാണോ ബെഡുകൾ ഉള്ളത്? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബെഡുകളുടെ കുറവുണ്ടെങ്കിൽ ആരെ അറിയിക്കണം? ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവിനെ വിവരം അറിയിക്കണം. മനസ്സിലായോ? ബെഡ് അറേഞ്ച്മെന്റ് കൃത്യമായിട്ടാണോ അവിടെ ഉള്ളത്? ബെഡുകളൊക്കെ കൃത്യമായിട്ടാണോ കാഷ്വാലിറ്റിയിൽ ഉള്ളത്? ഇനി ബെഡുകളുടെ കുറവ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സിനെ വിവരം അറിയിക്കണം. ഇനി എന്താണ്? മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ്. ഇനി മെഡിക്കൽ ലീഗൽ കേസസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം, ഉറപ്പുവരുത്താം. പിന്നെന്താണ്? മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. ഇമ്പോർട്ടന്റ് ആണ്. ഡാമ പേഷ്യൻസ് ആരാണെന്ന് അറിയോ? ഡാമ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? ഇല്ല. ഓക്കെ, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഡാമ എന്ന് പറഞ്ഞാല് discharge against medical advice. Discharge against medical advice. Okay, എഴുതിയോ? ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടോ? Discharge against medical advice. ഓക്കെ, ഈ ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ചില ആൾക്കാർ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരുണ്ടാവും. അപ്പൊ എന്താണ്? നിർബന്ധിച്ച് അവരുടെ ഫാമിലിയോ റിലേറ്റീവ്സോ ഡോക്ടർ ഡിസ്ചാർജ് കൊടുക്കാതെ അവരെ നിർബന്ധിപ്പിച്ച്
ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡോക്ടർ ഡിസ്ചാർജ് കൊടുക്കാതെ ഉള്ള ഫാമിലിയോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ വന്ന് ആ പേഷ്യൻസിനെ നിർബന്ധിപ്പിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകില്ലേ പേഷ്യൻസിനെ? അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡാമ പേഷ്യൻസ് ആരാണ്? ഡോക്ടറുടെ തന്നെ ഫാമിലിയുടെ ഇഷ്ടപ്രകാരം ഡോക്ടർ എന്താണ് ഡിസ്ചാർജ് കൊടുക്കില്ല, ഡോക്ടറിനെ നിർബന്ധിപ്പിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിച്ച് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവരെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നിർബന്ധിപ്പിച്ച് ഡിസ്ചാർജ് വാങ്ങി കൊണ്ടുപോകുമ്പോ പോണ വഴിക്ക് എന്തെങ്കിലും ആ പേഷ്യൻസിന് സംഭവിച്ചു കഴിഞ്ഞാല് ഉത്തരവാദിത്തം ആർക്കായിരിക്കും? പോലീസ് കേസൊക്കെ ആണെങ്കിൽ ആർക്കായിരിക്കും? അല്ലെ? ചിലപ്പോ മരിച്ചു പോവാം, മരണപ്പെട്ടേക്കാം അല്ലെ? ചിലപ്പോ എന്താണ് പോലീസ് കേസൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിന് വരില്ലേ? ഹോസ്പിറ്റൽസിന് വരും അല്ലെ? അവര് അങ്ങനെ ഡിസ്ചാർജ് തന്നിട്ടാണ് നിങ്ങളെ കൊണ്ടുപോയതെന്ന് പറയാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ വല്ല കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽസിൽ നിന്ന് നിർബന്ധിപ്പിച്ച് കൊണ്ടുപോയതാണെന്ന് പറയാൻ പറ്റില്ലേ? അങ്ങനെയുള്ള അവരുടെ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ഹോസ്പിറ്റൽ റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ലാസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. 6th പോയിന്റ് ഏതാ? ഗ്രീവൻസസ് റിഡ്രസൽ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതി പരിഭവങ്ങള് ഹോസ്പിറ്റല് കാഷ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവര് കൊടുക്കുന്ന സർവീസിലോ എന്തെങ്കിലും ട്രീറ്റ്മെന്റിലൊക്കെ വല്ല ബുദ്ധിമുട്ടുകള് പരാതികളൊക്കെ രോഗികൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നത് ആരാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. മെഡിക്കോ ലീഗൽ കേസസ് ഇസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് കണ്ടീഷൻ ആൻഡ് നാച്ചുറൽ cases of injury, RTA, etc. Records of such cases are entered in the medical legal register with details of patients and accident, and the patient case file is stamped as medico legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge or treating consultants instructions. എന്താ പറയുന്നത്? നമ്മള് പറഞ്ഞു അല്ലെ, മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വന്നാൽ ആക്സിഡന്റ്, അതുപോലെ തന്നെ എന്താണ് റേപ്പുകള്, പോയിസണിങ് അല്ലെ, പോയിസണൊക്കെ കൊടുത്ത് കൊല്ലാൻ നോക്കല്, അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മുടെ കാഷ്വാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? ഇത് മെഡിക്കോ ലീഗൽ കേസസുകളായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയും നമ്മളോട്. അതുപോലെ തന്നെ ആരാ പറയുന്നത്? കാഷ്വാലിറ്റി ഇൻചാർജ് ആണ്. കാഷ്വാലിറ്റി ഇൻചാർജ് ആരാന്ന് അറിയോ? നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ. ഗസ് ചെയ്യാൻ പറ്റോ കാഷ്വാലിറ്റി ഇൻചാർജ് ആരാന്ന്? CMO അല്ലെ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അല്ലെ? അതാണ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് അല്ലെ? കാഷ്വാലിറ്റിയിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് CMO ആണ്. അതാണ് കാഷ്വാലിറ്റി ഇൻചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CMO ആണ് കാഷ്വാലിറ്റിയുടെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കാഷ്വാലിറ്റി ഇൻചാർജ് എന്ന് പറഞ്ഞാല് CMO ആണ്. അപ്പൊ CMO ആണ് ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മെഡിക്കോ ലീഗൽ കേസസിന്റെ റെക്കോർഡുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കാഷ്വാലിറ്റി ഇൻചാർജ് ആണ്, CMO ആണ്. ഇനി ആ റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഡ്യൂട്ടി ആരുടേതാണ്? ആരുടേതായിരിക്കും? ആരുടേതായിരിക്കും? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വന്നാല് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും കാഷ്വാലിറ്റി ഇൻചാർജ് ആയിരിക്കും. ആ റെക്കോർഡുകള് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്.
ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക്. ഇതോടുകൂടി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ, കംപ്ലീറ്റ് ആയി. സോറി, RTA പറഞ്ഞില്ല അല്ലെ. RTA എന്ന് പറഞ്ഞാല് റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്. പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അത്, സോറി. റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതില്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? റോഡ് ട്രാഫിക് ആക്സിഡന്റ്, റോഡിലുള്ള ആക്സിഡന്റ്, അതുപോലെ മെഡിക്കോ ലീഗൽ കേസസുകൾ അല്ലെ. ഇതൊക്കെ അറിയാം. മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ എന്താണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ട്രോമ, അതുപോലെ എന്താണ് ആക്സിഡന്റ്, പോയിസണിങ്, റേപ്പ്, ഇതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസുകൾ. അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസസുകൾ നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുമ്പോ അതിന്റെ റെക്കോർഡ്സുകളൊക്കെ എഴുതി വെക്കുന്നത്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ആരാണ്? കാഷ്വാലിറ്റി ഇൻചാർജർ ആണ്. അതുപോലെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്, അതൊക്കെ ആരുടെ കടമയാണ്? എമർജൻസി കാഷ്വാലിറ്റി ഇൻചാർജിന്റെ കടമയാണ്. അതുപോലെ തന്നെ ആ റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ആരുടെ കടമയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ കടമയാണ്. മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വാരി വിളിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? Okay, thank you.